ഇവർ പായസത്തിൽ ചിക്കൻ മസാല മിക്സ് ചെയ്യണ എന്തോ ഒരു ഐറ്റം ഇറക്കി എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവർ ട്രെൻഡിങ് ആയിരിക്കുന്നത്. സംഭവം അവരതിന് വിശദീകരണമൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് വേറെ കരിക്കിൽ പറയാൻ ഇത് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇവർ ആദ്യം ചിലർക്ക് സംഖ്യയായിരുന്നു, ഇപ്പോൾ ചിലർക്ക് കൃസംഖ്യ ആയിരിക്കും, അല്ലെങ്കിൽ ചിലർക്ക് ഈ സംഖി എന്താ കുപ്പായ ഇട്ട ഏത് മറ്റേതാണോ കപട സംഖ്യയായിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ ഇവർ വല്ല വിപ്ലവഗാനോ അല്ലെങ്കിൽ വല്ല ഒപ്പന പാട്ടോ അല്ലെങ്കിൽ മാപ്പിള പാട്ടോ അങ്ങനെ എന്തെങ്കിലും പാടി കഴിഞ്ഞാൽ എല്ലാം കൂടി മിക്സ് ആവും. ഞാൻ അപ്പോൾ ഒന്നേ പറഞ്ഞിട്ടുള്ളൂ, ഇവരെ സംഖ്യ ആക്കുമ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് കലയെ കലയായിട്ട് കാണാം. ഭജനല്ലേ പാടുന്നത്, പാടട്ടെ, നല്ലതല്ലേ. എനിക്ക് വേറെ ഒരു വിശ്വാസത്തിലെ ഗാനം പാടുന്നുണ്ടെങ്കിൽ പാടട്ടെ. അവിടെ അത് സംഘടിപ്പിച്ചവർക്കോ അല്ലെങ്കിൽ അത് കേൾക്കുന്നവർക്കോ അവിടെ പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ അതിന് വേറൊരു മുഖം കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും ഈ തോളിലേറ്റുന്നവരും അതിൽ കയറിപ്പോകുന്നവരൊക്കെ ശ്രദ്ധിക്കാം. വലിച്ച് താഴാൻ 2 നിമിഷം മതി. അതുകൊണ്ട് ഇതിനൊന്നും ചെവിക്കൊള്ളാതെ നിങ്ങൾ ഉദ്ദേശിച്ചത് ഭക്തിയും ഭജനയും എല്ലാവരെയും ഒന്നിപ്പിക്കലാണെന്നുണ്ടെങ്കിൽ അത് തുടർന്നുകൊണ്ട് പോകും. അതേപോലെ ഈ സംഭവത്തിൽ നിങ്ങളെ തോളിലേഷൻ്റെ കുറേ ടീമുകളുണ്ട്. ഒരു നമ്മ നിൽക്കണ്ട. നിങ്ങൾ അമ്പലത്തിൽ ഇങ്ങനെ ഒരു കുറിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു അമ്പലത്തിലോ അല്ലെങ്കിൽ കാവിത്തോർത്തോ അല്ലെങ്കിൽ കാവി കൂട്ടിയുടെ അടിയിലോ പോയി പാടുകയോ ഉടനെ നിങ്ങൾ വീട്ടിൽ തിരിക്കും. അപ്പോൾ എന്താണ് ഇവിടുത്തെ അവസ്ഥ? ഈ കമ്മി അന്തമുള്ള പോലെ കമ്മി പ്രവൃത്തി, രാഷ്ട്രീയ അന്തം, മത അന്തം, അങ്ങനെ കുറേ അന്തങ്ങളുണ്ട്. അപ്പോൾ അവരുടെ കടയിലൂടെ നോക്കുമ്പോൾ നിങ്ങൾ ഇതുവരെ സംഘപരിവാർ അജണ്ട ഒളിച്ച് കിടത്തുന്ന ആളുകളായിരുന്നു. ഇപ്പം നിങ്ങൾ മാറി, ഇപ്പം നിങ്ങൾ മതേതരരായി. എന്തായാലും ഭജന തുടരട്ടെ, ആളുകൾ ആസ്വദിക്കട്ടെ, എല്ലാവരും ഒന്നിക്കട്ടെ. നന്ദി, നമസ്കാരം.